ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് വിജേഷ്. 10 സംസ്ഥാനങ്ങളിലെ 37 രാജ്യസഭാ സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഈ മാസം 26-ന് വിജ്ഞാപനം പുറപ്പെടുവിക്കും. മാർച്ച് 5 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. മാർച്ച് 16-നാണ് വോട്ടെടുപ്പ്. ഫ്രാൻസ് അധ്യക്ഷത വഹിക്കുന്ന 52ാമത് G7 ഉച്ചകോടിയിലേക്ക് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ക്ഷണിച്ചു. ഇവിയനിൽ നടക്കുന്ന ഉച്ചകോടിക്ക് മുന്നോടിയായി അന്താരാഷ്ട്ര അജണ്ടയിൽ ധാരണയിലെത്താൻ ഇന്ത്യയും ഫ്രാൻസും അഡ്ഹോക് മീറ്റിംഗ് ചേരും. ഇന്ത്യ AI ഇംപാക്ട് സമ്മിറ്റ് 2026 ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. 5 ദിവസത്തെ പരിപാടിയിൽ 20 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ലോക നേതാക്കളാണ് പങ്കെടുക്കുന്നത്. ഉച്ചകോടിയുടെ 3ാം ദിവസമായ ഇന്ന് എസ്റ്റോണിയ പ്രസിഡന്റ് അലർ കാരിസ്, കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്, സഹമന്ത്രി ജിതിൻ പ്രസാദ എന്നിവർ പങ്കെടുത്ത ഗവേഷണ സിമ്പോസിയം നടന്നു. ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ആരോഗ്യ സംരക്ഷണം, കൃഷി, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയ വെല്ലുവിളികൾ നേരിടുന്നതിനും AIയുടെ ഉപയോഗത്തിന് രാജ്യം മുൻഗണന നൽകുന്നതായി ശ്രീ വൈഷ്ണവ് പറഞ്ഞു. ഗ്ലോബൽ സൌത്ത് ആതിഥേയത്വം വഹിക്കുന്ന ആദ്യത്തെ ആഗോള AI ഉച്ചകോടിയാണിത്. ന്യൂഡൽഹിയിൽ നടക്കുന്ന ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ ലോക നേതാക്കളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. സ്പെയിൻ, സെർബിയ, എസ്തോണിയ പ്രസിഡന്റുമാരുമായും ഫിൻലൻഡ്, ക്രൊയേഷ്യ, കസാഖിസ്ഥാൻ, ഭൂട്ടാൻ പ്രധാനമന്ത്രിമാരുമായും വിവിധ വിഷയങ്ങളിൽ പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ച നടത്തും. CRPFന്റെ 87ാം വാർഷിക ദിനത്തോടനുബന്ധിച്ച് ശനിയാഴ്ച ഗുവാഹത്തിയിലെ സരു സജായ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന പരേഡിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ആദ്യമായാണ് CRPF വാർഷിക പരേഡ് വടക്കുകിഴക്കൻ മേഖലയിൽ ആഘോഷിക്കുന്നത്. CRPF ഉദ്യോഗസ്ഥരുടെ സേവനങ്ങളെയും ദേശീയ സുരക്ഷയിലെ സംഭാവനകളെയും ചടങ്ങിൽ ആദരിക്കും. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ പുരോഗമിക്കുന്നു. അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. കരട് വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടതിന് ശേഷം തെറ്റുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് നോട്ടീസ് നൽകിയവർക്കുള്ള ഹിയറിംഗ് പൂർത്തിയായതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നവീകരണം പൂർത്തിയാക്കിയ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ചരിത്രപ്രസിദ്ധമായ AR സെന്റർ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദു ഇന്ന് ഉദ്ഘാടനം ചെയ്യും. യൂണിവേഴ്സിറ്റി കോളേജിന്റെ ആദ്യ മലയാളി പ്രിൻസിപ്പാളും മലയാളം, സംസ്കൃത വിഭാഗങ്ങളുടെ മേധാവിയുമായിരുന്ന AR രാജരാജവർമ്മയുടെ പേരിലുള്ള കെട്ടിട സമുച്ചയം 3.5 കോടി രൂപ ചെലവഴിച്ചാണ് നവീകരിച്ചത്. മലയാളം, ഹിന്ദി, സംസ്കൃതം വിഭാഗങ്ങളിലെ ക്ലാസ് മുറികളും മലയാള വിഭാഗത്തിന്റെ ലൈബ്രറിയും ഈ കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുക. എല്ലാ മതങ്ങളെയും മനുഷ്യരെയും ഒരുപോലെ ആദരിക്കുന്ന കേരളത്തിന്റെ നിലപാട് ഇന്ത്യയ്ക്ക് മുഴുവൻ മാതൃകയാണെന്ന് ജമ്മുകശ്മീർ മുൻ മുഖ്യമന്ത്രി ഫാറൂഖ് അബ്ദുള്ള വിഷൻ 2031 അന്താരാഷ്ട്ര കോൺഫറൻസ് സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ കരുത്ത് അതിന്റെ വൈവിധ്യത്തിലാണെന്നും നാനാത്വത്തിൽ ഏകത്വം എന്നത് തകർക്കപ്പെട്ടാൽ ഇന്ത്യ ദുർബലമാകുമെന്നും ശ്രീ ഫാറൂഖ് അബ്ദുള്ള പറഞ്ഞു. കുംഭമാസ പൂജകൾ പൂർത്തിയാക്കി ശബരിമല നട ഇന്നലെ രാത്രി 10-ന് അടച്ചു. മീനമാസ പൂജയ്ക്കായി മാർച്ച് 14-ന് വൈകിട്ട് 5-ന് നട തുറക്കും. മാസപൂജ പൂർത്തിയാക്കി 19-ന് അടച്ച ശേഷം 10 ദിവസത്തെ ഉത്സവത്തിനായി മാർച്ച് 22-ന് ക്ഷേത്രനട വീണ്ടും തുറക്കും. ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള വലിയ നോമ്പിന് തുടക്കം കുറിക്കുന്ന വിഭൂതി ബുധൻ ഇന്ന് ക്രൈസ്തവ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. നോമ്പുകാലം ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ കുരിശുമല തീർത്ഥാടന കേന്ദ്രങ്ങൾ സജീവമായി. ഏപ്രിൽ 5-നാണ് ഈസ്റ്റർ. കേരളത്തിൽ റമദാൻ വ്രതാരംഭം നാളെ. മാസപ്പിറവി ദൃശ്യമാകാത്തതിനാൽ റമദാൻ 1 വ്യാഴാഴ്ചയായിരിക്കുമെന്ന് വിവിധ ഖാസിമാർ അറിയിച്ചു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ റമദാൻ വ്രതാനുഷ്ഠാനം ആരംഭിച്ചു. സൌദി അറേബ്യയിലും UAEയിലും ഇന്നലെ മാസപ്പിറവി ദൃശ്യമായി. അതേസമയം ഒമാനിൽ നാളെയാണ് റമദാൻ ആരംഭം. വയനാട് പുത്തുമലയിലെ ഉരുൾപൊട്ടൽ പുനരധിവാസത്തിൽ ദുരന്തബാധിതരുടെ പ്രതിഷേധം. ദുരന്തബാധിതരെ പുനരധിവസിപ്പിച്ച മേപ്പാടിയിലെ ടൌൺഷിപ്പ് ഭൂമി അതിദരിദ്രർക്കുള്ള പദ്ധതിക്കായി മാറ്റിയെന്നാരോപിച്ചാണ് പ്രതിഷേധം. നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിഷേധക്കാർ തടഞ്ഞു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയും ലക്ഷദ്വീപ് കലാ സാംസ്കാരിക വകുപ്പും സംയുക്തമായി കവരത്തി ദ്വീപിൽ 25ാമത് ഭാരത് രംഗ് മഹോത്സവ് സംഘടിപ്പിച്ചു. കലാ സാംസ്കാരിക വകുപ്പ് സെക്രട്ടറി സോമശേഖർ അപ്പാറാവു കൊട്ടാരു ഉദ്ഘാടനം ചെയ്തു. ബംഗളൂരു നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഡയറക്ടർ വീണ ശർമ്മ പങ്കെടുത്തു. ഡോളിപ്പാട്ട്, ബാൻഡിയ, കോൽക്കളി, ഒപ്പന, ഖവാലി, സൂഫി നൃത്തം എന്നീ കലാരൂപങ്ങൾ അരങ്ങേറി.
പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.